ഹായ് കൂട്ടുകാരെ, എപ്പോഴും ചെയ്യുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണിത്. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തിയ ഫാമിലി മീറ്റിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അങ്ങനെ ഫാമിലി മീറ്റിൽ പങ്കെടുക്കാനായി ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലിയിലെ കുഞ്ഞു വാവി എന്ന് പറയുന്നത് ഇഷാരക്കുട്ടിയാണ്. ഇഷാര ജനിച്ചിട്ട് വളരെ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ. ഇഷാരയുടെ അടുത്തിരിക്കുന്നതാണ് ഇഷാരയുടെ അമ്മ. ഇഷാരയുടെ അമ്മയുടെ മടിയിലിരിക്കുന്നതാണ് ഞങ്ങളുടെ ആദിക്കുട്ടൻ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കാർത്തിക അമ്മ. ഇതെന്റെ വല്യമ്മയാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഷെഫ്. ഇഷാരയുടെ അമ്മ ഡോക്ടറാണ്, ഡോക്ടർ അശ്വതി. എന്റെ വല്യമ്മ ശ്രീചിത്രയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇഷാരയുടെ അച്ഛൻ വിഷ്ണു ചേട്ടനാണ് ഇഷാരയെ എടുത്തോണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ദീപാവലിക്ക് വാങ്ങിച്ച കുറച്ച് പടക്കം ബാക്കിയുള്ളത് ഓർമ്മയിൽ വന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി പടക്കം പൊട്ടിക്കാന്. ഇപ്പോ തറച്ചക്രമാണ് കത്തിക്കുന്നത്. തറച്ചക്രം ആയതുകൊണ്ട് തന്നെ ഞാൻ കാല് പൊള്ളുമോ എന്ന് പേടിച്ചിട്ട് ഗേറ്റിന് മുകളിലാണ് കയറി നിൽക്കുന്നത്. തറച്ചക്രവും പൂക്കുറ്റിയും ഒക്കെ കത്തിച്ചതിന് ശേഷം ഞങ്ങൾ റോക്കറ്റ് കത്തിക്കുന്നതിലേക്ക് കടന്നിരിക്കുകയാണ്. തറച്ചക്രവും പൂക്കുറ്റിയും ഒക്കെ കത്തിച്ചെങ്കിലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ റോക്കറ്റ് കത്തിച്ചതാണ്. റോക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് ഇല്ലാതെ ഒരു ലക്ഷ്യമില്ലാത്ത പോക്കായിരുന്നു റോക്കറ്റിന്റെ. പടക്കം പൊട്ടിക്കാനൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് എന്റെ അച്ഛനും രാഹുൽ ചേട്ടനും വിഷ്ണു ചേട്ടനും ഒക്കെയാണ്. ഇവരാണ് വളരെ ധൈര്യത്തോടെ പടക്കം പൊട്ടിക്കുന്നത്. കോവളം ബീച്ചിലേക്കാണ് പോകുന്നത്. അതിനെ ഇഷാരക്കുട്ടിയും അച്ചുചേച്ചി ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും കൂടെ കാറിൽ കൊള്ളാത്തത് കൊണ്ട് തന്നെ ബൈക്കിലൊക്കെ ആയിട്ട് 2 ബൈക്കും ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കോവളത്തേക്ക് പോകുന്നത്. അച്ഛനും കിങ്ങിണിയും വിഷ്ണു ചേട്ടനും രാഹുൽ ചേട്ടനും മാത്രമാണ് കടലിലേക്ക് ഇറങ്ങിയത്. ബാക്കി എല്ലാവരും കരയിൽ തന്നെ നിൽക്കുകയായിരുന്നു. കടലിൽ മുങ്ങാൻ എൻ്റെ അടുത്ത് ഒത്തിരി തവണ പറഞ്ഞെങ്കിലും എനിക്ക് പേടിയാണ്. ഞാൻ മുങ്ങില്ല എന്ന് പറഞ്ഞിട്ടും എല്ലാവരും കൂടെ എന്നെ കടലിൽ മുക്കിയെടുത്തു.
എല്ലാവരും ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. ഗ്രിൽഡ് ചിക്കന്റെ അടുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സൂര്യ ചേച്ചി വന്നത്. സൂര്യ ചേച്ചി എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ലീവ് ഒന്നും പെട്ടെന്ന് കിട്ടിയില്ല. അതുകൊണ്ട് ചേച്ചി ഈ ഫാമിലി മീറ്റിന് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് ചേച്ചിക്ക് ലീവ് കിട്ടി. അതുകൊണ്ട് തന്നെ മറ്റാരോടും പറയാതെ ഞങ്ങൾക്കൊരു സർപ്രൈസ് തരാനും കൂടി ചേച്ചി പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ചിക്കൻ വെക്കാനായിട്ട് ഇലയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോഴാണ് വിഷ്ണു ചേട്ടൻ അതിനൊരു പരിഹാരമായി അപ്പുറത്തെ പറമ്പിൽ നിന്നും വാഴയില വെട്ടിക്കൊണ്ട് വന്നത്. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടത്. അതിനിടയിൽ വീഡിയോ എടുത്തുകൊണ്ട് നിന്നാൽ എനിക്കൊരു പണിയും കിട്ടി. ഇല പോയി കഴുകണം. അങ്ങനെ ഗ്രിൽഡ് ചിക്കനൊക്കെ റെഡിയായി എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിച്ചു. ഞങ്ങളിപ്പോൾ ചീട്ട് കളിക്കാനാണ് പോകുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ചീട്ടുകളിയൊക്കെ കുറെ നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ കള്ളനും പോലീസുമാണ് കളിക്കുന്നത്. എങ്ങനെയാണ് കളിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങള് കിങ്ങിണിക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ പാർട്ടി ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. ഇപ്പൊ രാത്രി 12 മണിയായി. ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിങ്ങിണിക്ക് ഉറക്കം വന്നിട്ട് കിങ്ങിണി പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു. രാത്രി 12 മണിയായപ്പോൾ ഞങ്ങള് കിങ്ങിണിയെ പോയി വിളിച്ചെണീപ്പിച്ചുകൊണ്ട് വന്നിട്ടാണ് സർപ്രൈസ് കൊടുത്തത്. ഞങ്ങളുടെ ഫാമിലി മീറ്റിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.